ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഉറക്കപ്പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഇത് പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഒന്നുകൂടെ. ചിലർക്ക് ഇൻഷാ അല്ലാഹ് പറയാൻ മടി. ഉസ്താദെ, ഇതിത്തിരി വലിയ സൂറത്തായി പോയി, ഇത്തിരി ചെറുതായിരുന്നെങ്കിൽ. ഇത് ഓതാൻ അറിയാത്തവരുണ്ട്, പാവങ്ങൾ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ സൂറത്ത് ഓതാൻ അറിയാത്തവരുണ്ട് എങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇത് ഓതാൻ അറിയുന്നവർ കൈവക്കിക്ക്. ഇതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഈ സൂറത്തിന്റെ പ്രതിഫലം അറിയോ? ഈ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം അറിയോ? അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ സൂറത്ത് കൈവച്ചിട്ട് എങ്ങനെ നടക്കണേ? ഈ സൂറത്ത് കൈവച്ചിട്ട് നടക്കണേ. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് 10 പ്രാവശ്യം ഓതിയാൽ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്തുൽ ഇഖ്ലാസ് ആദ്യം മുതൽ അവസാനം വരെ 10 പ്രാവശ്യം ഓതിയ അല്ലാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഓതുവോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എവിടെ പണിയും കൊട്ടാരം? എവിടെ? സ്വർഗ്ഗത്തിൽ. അപ്പൊ ഇന്ന് മുതൽ വീട് പണി തുടങ്ങല്ലേ? എവിടെ? പെണ്ണുമ്പിള്ളക്ക് മക്കൾക്ക് കൊടുത്തോ? പ്രമാണം ഇന്ന് പോയ ഉടനെ എടുത്ത് കൊടുത്തേക്കണം, അതും കാത്ത അടക്കണേ, ഇതെടുത്തോ. അപ്പൊ എനിക്ക് അവിടെ തുടങ്ങിയടാ. അല്ലയാ പറഞ്ഞേ അല്ലെ, മുത്ത് നബിയല്ലേ പറഞ്ഞേ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ. ആരെങ്കിലും 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വീട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആ വീട് നൽകണേ തമ്പുരാനെ. ഇത് 10 പ്രാവശ്യം ഓതിയാൽ ഒരു വീട്. 100 പ്രാവശ്യം ഓതിയാലോ? 100 പ്രാവശ്യം ഓതിയാലോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 100 പ്രാവശ്യം ഓതി എത്ര വീട്? പറചങ്ങാതി എത്ര വീട്? 10 വീട്. രണ്ടാമതൊരു പ്രതിഫലം കൂടെയുണ്ട്. ഈ സൂറത്ത് ആരെങ്കിലും 100 പ്രാവശ്യം ഓതുകയാണെങ്കിൽ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ അവിടെ ഉണ്ടാകും ഈ സൂറത്ത്. ഖുൽ ഹുവല്ലാഹ്, നിസ്സാരമായിട്ട് പറയില്ല, ഖുൽ ഹുവല്ലാഹ് തന്നെ. സൂറത്തുൽ ഇഖ്ലാസ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ നിന്റെ ഖബറിന്റെ മുകളിലുണ്ടാകും. എഴുന്നേക്കടാ, വാ പോകാം, വാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് നിന്റെ കൈ പിടിക്കും. നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു പ്രകാശം പോലെ നിനക്കിങ്ങനെ വഴി കാണിച്ച് അള്ളാന്റെ മുന്നിൽ കൊണ്ടുപോകും. അല്ലാഹുവേ, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണം തമ്പുരാനെ. സൂറത്തുൽ ഇഖ്ലാസ് യസ്ആ ബിഹി ഇലൽ ജന്ന, നിന്നെ സ്വർഗം വരെ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എവിടെ വരെ പോകാം? സ്വർഗത്തിലെ വീട്ടിൽ കൊണ്ടുപോകും വഴികാട്ടിയായി. സ്വർഗത്തിലെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.